ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പം ഞാനതിനായിട്ട് നമ്മുടെ ഷൂവിലൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്കിതേപോലെ ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ സാധാരണ പേപ്പറാണേലും മതി. അതിനകത്ത് കുറച്ച് പൗഡറും അതേപോലെ ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഷൂവിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടും. അപ്പം നമ്മുടെ ഈ കുട്ടികളാണേലും സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും ഷൂവിനകത്തൊക്കെ ഭയങ്കര വീർത്തിട്ട് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ 2 ഷൂവിലും അതിനകത്തായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേന് ഇങ്ങനെ ചെയ്താൽ നമുക്ക് സ്മെല്ലൊന്നും കാണത്തുമില്ല. അപ്പോൾ പുതിയ ഷൂവിൻ്റെ നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, നമുക്ക് ഇതേപോലെ ചെയ്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഇഴജന്തുക്കളോ ഒന്നും തന്നെ അതിനകത്ത് കയറത്തില്ല. അപ്പോൾ അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഒരു സാധനം അതിനകത്ത് കയറിയിരിക്കത്തില്ല. അപ്പം ഇത് വളരെ പ്രയോജനകരമാണ് ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ പപ്പടമൊക്കെ മേടിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് പൊള്ളിക്കത്തില്ല, ചീത്തയായിപ്പോവും പപ്പടമൊക്കെ ഇരുന്നിട്ട്. അപ്പം നല്ല രീതിയിൽ പൊള്ളിച്ച് വരണമെങ്കിലും നമ്മൾ ഒരു കവറിനകത്തോട്ട് ഇതേപോലെ ആക്കിയിട്ട് നല്ല രീതിയിൽ കാറ്റ് കയറാതെ ഒന്ന് ചുറ്റി ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക. അപ്പം നമുക്ക് എപ്പോൾ പപ്പടം പൊള്ളിച്ചാലും അത് നല്ല പൊള്ളി വരും. അതേപോലെ തന്നെ നമ്മൾ പൊട്ടിച്ച പപ്പടം ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ഒരു കവറിനകത്തോട്ടാക്കിയിട്ട് നല്ല രീതിയിൽ ഒന്നെങ്കിൽ റബ്ബറിട്ട് വെക്കുകയോ അതല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് ചുറ്റി കൊടുക്കുകയോ ചെയ്യുക. ഒട്ടും അതിനകത്ത് കാറ്റ് കയറാൻ പാടില്ല. അപ്പം അങ്ങനെ ചെയ്താൽ പപ്പടം നല്ല രീതിയിൽ തന്നെ പൊള്ളി വരികയും ചെയ്യും. അപ്പം ഈ ടിപ്പും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് വെച്ചാൽ മതി. അതിനകത്ത് റബ്ബറും ഇട്ട് ഇതേപോലെ കാറ്റ് കയറാതെ വയ്ക്കുക. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ ഭാഗത്തും അതേപോലെ മതിലിൽ എവിടെയൊക്കെ അഴുക്കുണ്ടോ അവിടെയൊക്കെ നമുക്ക് ക്ലീനാക്കാം. അപ്പോൾ പെയിൻ്റ് അടിച്ചതിനേക്കാളും നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ടിന്നെടുക്കുക. അതിനകത്ത് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നാരങ്ങയാണ്. അപ്പം നാരങ്ങ ഉണങ്ങിയ നാരങ്ങയാണേലും കുഴപ്പമില്ല. അതിനകത്ത് നീര് വേണം കുറച്ച്. അതിൻ്റെ കുരുവൊക്കെ ഒന്നെടുത്ത് മാറ്റിട്ട് അപ്പോൾ ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തു. ഇനി അതിനകത്ത് പകുതി നാരങ്ങ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ ടൂത്ത് പേസ്റ്റ്, അതും അളവ് കൂടുന്നതനുസരിച്ച് ഒന്നുകൂടെ നല്ല കളറ് കിട്ടും. കൂടുതലും ടൂത്ത് പേസ്റ്റ് വെള്ള തന്നെ എടുക്കാൻ നോക്കുക. വെള്ള കളറാണല്ലോ നമുക്ക് ഭിത്തിയിലൊക്കെ കൂടുതൽ നമ്മൾ പെയിൻറ്റിനൊക്കെ അടിച്ചിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അത് കൂടുതലും വെള്ളയായിരിക്കുക. പിന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം വിനാഗിരി, നാരങ്ങ, അതേപോലെ ടൂത്ത് പേസ്റ്റ്, ബേക്കിംഗ് പൗഡർ, ഇത് 4ഉം കൂടെ ചേരുമ്പം നല്ലൊരു സൊല്യൂഷനും അതിന് നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയ സാധനങ്ങളാണിതെല്ലാം. അപ്പം ഇതുകൊണ്ട് നമുക്ക് ക്ലീനാക്കാം. അപ്പോൾ സ്വിച്ച് ബോർഡ് ക്ലീനാക്കുന്ന വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണേണ്ടുള്ളവർ പോയി കാണുക. സ്വിച്ച് ബോർഡ് ഇന്നലെ സവാള വെച്ച് ക്ലീനാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ അത് പോയി കാണുക. ഇതിപ്പം സ്വിച്ച് ബോർഡിൻ്റെ ചുറ്റുഭാഗത്തുള്ള അഴുക്ക് കണ്ടോ. നമ്മൾ കൂടുതലും സ്വിച്ച് ഇടുന്ന ഭാഗത്താണല്ലോ അഴുക്ക് കൂടുതലായിട്ട് വരുന്നത്, പ്രത്യേകിച്ച് കിച്ചണിൽ. അപ്പം അവിടെയാണ് ഞാനിതിപ്പം ചെയ്യുന്നത്. കിച്ചണിലെ സ്വിച്ച് ബോർഡിൻ്റെ ഭാഗത്താണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടോ, ആ ബ്രഷ് വെച്ച് തേക്കുമ്പം തന്നെ അത് നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ടിരുന്നതാണ്. ഇപ്പോൾ നമ്മളിതൊന്ന് തേച്ച് നനവൊക്കെ വന്ന് കഴിയുമ്പം തന്നെ അതിൻ്റെ അഴുക്ക് പെട്ടെന്ന് ഇളകുന്നതാണ്. വലുതായിട്ടിട്ട് ഉരയ്ക്കുകയോ ബ്രഷിട്ട് സ്ക്രബ്ബറിട്ടോ ഒന്നും തേക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ അതിൻ്റെ പെയിൻറ്റ് പോകും ആ ഭാഗത്ത്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് പോകാതെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് അഴുക്ക് മാത്രമായിട്ട് പോയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഉരച്ചാൽ അതിൻ്റെ പെയിൻറ്റും പോവും. അപ്പം ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. നല്ല ക്ലീനായിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ച കണക്ക് തന്നെ അതിൽ അഴുക്കൊക്കെ പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ എവിടെയൊക്കെ ഇതേപോലെ നമ്മുടെ അഴുക്കുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് തുടയ്ക്കുമ്പം തന്നെ അറിയാൻ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണങ്ങുമ്പോഴേ അതിൻ്റെ നല്ലൊരു റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ കൂടുതലും സ്വിച്ച് ബോർഡിൻ്റെ ചുറ്റുഭാഗത്തായിരുന്നു അഴുക്ക്, പ്രത്യേകിച്ച് കിച്ചണിലാണല്ലോ. അതേപോലെ കിച്ചണിൽ സ്വിച്ച് ബോർഡും ഭയങ്കര അഴുക്കായിരുന്നു. അതിപ്പോൾ ഇന്നലെ ക്ലീനാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. സവാള വെച്ച് ക്ലീനാക്കിയപ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട്.
കണ്ടോ, ഇപ്പോൾ ചുറ്റുഭാഗവും അഴുക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണങ്ങുമ്പോൾ നല്ല രീതിയിൽ നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ എവിടെയെങ്കിലും റൂമിലായിട്ടോ വർക്ക് ഏരിയയിൽ എവിടെയെങ്കിലും ഇതേപോലെ നമ്മുടെ ഫുഡിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ആ ബ്രഷ് വെച്ച് തന്നെ ഒന്ന് വെറുതെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. നമുക്ക് പെയിൻറ്റ് പോവാതെ തന്നെ നല്ല രീതിയിൽ തുടച്ചെടുക്കാൻ പറ്റും. ആ തുള്ളി തുള്ളിയായിട്ടുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചൊന്ന് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഉണ്ടോ, ഇത് പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ആ ഭാഗത്തെല്ലാം ഇതേപോലെ തുടച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.